നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. മോനെ 3 ദിവസമായിട്ട് കാണാനില്ല. മോന് വർക്ക്ഷോപ്പിൽ ജോലിക്ക് വന്നതാണ്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 9:45 9:30 ആയപ്പോഴത്തേന് വർക്ക്ഷോപ്പിൽ എത്താത്തതുകൊണ്ട് വർക്ക്ഷോപ്പിലെ മേച്ചിൽ വിളിച്ചു. പിന്നെയും കുറച്ച് നേരം കാണാത്തതുകൊണ്ട് പിന്നെ വിളിച്ചപ്പോഴാണ് മോൻ പറഞ്ഞത്, എന്നെ 2 പേര് പൂവച്ച നോക്കി നിൽക്കണം, എന്നെ തട്ടിക്കൊണ്ട് പോകാനായിരിക്കുമെന്ന് പറഞ്ഞ് പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മാനസിക അസ്വസ്ഥതയുള്ള 21-കാരനെ കുളക്കോട് സ്വദേശിയായ വിവാഹബന്ധം വേർപെടുത്തിയ യുവതിയും യുവതിയുടെ മാതാവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി യുവാവിന്റെ മാതാവ് കുളക്കോട് ഷാനു മനസ്സിൽ മറിയം ബീവി കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. എത്രയും വേഗം മകനെ കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് മറിയം ബീവിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് കഴിഞ്ഞ കുറച്ചുനാളായി 35-കാരിയായ യുവതിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതിനും മരുന്ന് വാങ്ങുന്നതിനുമൊക്കെ ഇവർ മകനെ വിളിപ്പിച്ചതായി പറയുന്നു. ജോലിക്ക് പോകുന്ന മകനെ ഒടുവിൽ ഇവരുടെ കാർ ഓടിക്കുന്ന ജോലിയും ഏൽപ്പിക്കുകയായിരുന്നു. ഇവിടെ ജോലി നോക്കി വന്നിരുന്ന ഈ കാലയളവിൽ മുഹമ്മദ് ഷായുടെ കാർ വിറ്റ് 3 ലക്ഷത്തോളം രൂപയും ഇവർ കൈക്കലാക്കിയതായി ഷാനുവിന്റെ മാതാവ് കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കുറച്ചുനാളായി ഇവർ മകനെ വീട്ടിലേക്ക് വിടുകയോ തന്നെ കാണാനോ സംസാരിക്കുവാനോ ഇവർ അനുവദിച്ചിരുന്നില്ല എന്നും പറയുന്നു. എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് യുവതിയുടെ വീട്ടിലെ ജോലി അവസാനിപ്പിച്ച് മകൻ തിരികെ വീട്ടിലെത്തുകയും അവിടെ പോകാൻ പേടിയുള്ളതായി പറയുകയും ചെയ്തു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുപോയ മകനെ പൂവച്ചൽ ഭാഗത്തു നിന്നും യുവതിയും മാതാവും ചേർന്ന് കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ഇപ്പോൾ മകന്റെയും യുവതിയുടെയും ഇവരുടെ മാതാവിന്റെയും മൊബൈൽ വിളിച്ചപ്പോൾ ഓഫാണെന്ന് മറുപടി സന്ദേശം മാത്രമാണ് ലഭിക്കുന്നതെന്നും മാതാവ് പറയുന്നു. ഈ സാഹചര്യത്തിൽ മകനെ കണ്ടുപിടിച്ച് മറ്റാരും സഹായത്തിനില്ലാതെ തന്നെ ഏൽപ്പിക്കണമെന്നും മറിയം ബീവി പരാതിയിൽ പറയുന്നു. സ്വന്തമായി വലിയ വീടുള്ള യുവതി വാടക വീടുകൾ മാറി മാറി താമസിക്കുന്നതിലും ദുരൂഹതയുണ്ടെന്ന് ഇവർ പറയുന്നു. ആരനാട് പോലീസിൽ ആദ്യം പരാതി നൽകിയെങ്കിലും കാട്ടാക്കട പരാതി കൈമാറിയതായി പോലീസ് പറഞ്ഞു. എങ്കിലും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു പരാതി ആരനാട് നിന്നും വന്നിട്ടില്ല എന്ന് SI പറഞ്ഞതായും വീണ്ടും കാട്ടാക്കട പോലീസിൽ പ്രത്യേകം പരാതി എഴുതി നൽകുകയായിരുന്നു എന്നും മറിയം ബീവി പറഞ്ഞു. മോനെ കാണാനില്ലെന്നുള്ള ഒരു പരാതി എന്താണ് സംഭവം? മോനെ 3 ദിവസമായിട്ട് കാണാനില്ല. മോന് വർക്ക്ഷോപ്പിൽ ജോലിക്ക് വന്നതാണ്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 9:45 9:30 ആയപ്പോഴത്തേന് വർക്ക്ഷോപ്പിൽ എത്താത്തതുകൊണ്ട് വർക്ക്ഷോപ്പിലെ മേച്ചിൽ വിളിച്ചു. പിന്നെയും കുറച്ച് നേരം കാണാത്തതുകൊണ്ട് പിന്നെ വിളിച്ചപ്പോഴാണ് മോൻ പറഞ്ഞത്, എന്നെ 2 പേര് പൂവച്ച നോക്കി നിൽക്കണം, എന്നെ തട്ടിക്കൊണ്ട് പോകാനായിരിക്കുമെന്ന് പറഞ്ഞ് പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ഇതുവരെ ഒരു വിവരമില്ല, അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. എന്റെ മോൻ പരാതി ആരനാട്ട് ശനിയാഴ്ച തന്നെ കൊടുത്ത് 10 മണിയോടെ നമ്മൾ കൊടുത്തു. ശനിയാഴ്ച ഇതുവരെ ഒരു വിവരവും ഇല്ല. അവർ പറഞ്ഞ കാട്ടാക്കട പോയി തിരക്കണം, ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കാനുള്ള ഇതില്ല, പൂവച്ചതായതുകൊണ്ട് കാട്ടാക്കട തന്നെ ഞങ്ങൾ പോയി തിരക്കണമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഒന്നിനും നമ്മൾ പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞ് അവർ നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാണ് എന്നെ ഇപ്പോൾ വിട്ടിട്ടുള്ളത്. ഒരു വിവരവും ഇല്ല. അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. 3 ദിവസമായി കാണാൻ. പിന്നെ അവന് കുറച്ച് ബുദ്ധി കുറവുള്ള കുട്ടിയാണ്. എവിടെയാണ് ജോലിക്ക് പോകുന്നത്? കാട്ടാക്കട ലേത്തിലാണ് വന്നുകൊണ്ട് അഭിരാമിയുടെ ഫ്രണ്ടിലുള്ള ലേത്ത് വർഷപ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇല്ല, തട്ടിക്കൊണ്ട് വന്ന് അവന് പേടിയുണ്ട്, അവനെ തട്ടിക്കൊണ്ട് പോകും. അങ്ങനെയല്ല, ഒരു വീട്ടില് കാർ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു ഒരു വീട്ടിലായിട്ട് അവൻ കാർ ഓടിക്കണം. അവൻ നട്ടലിന് വളമായിരുന്നു. അപ്പൊ ഇതിന് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടെ ആയിരുന്നു. അപ്പൊ ആ വീട്ടില് ഇങ്ങനെ വണ്ടി ശമ്പളത്തിന് തന്നെയാണ് കാർ ഓടിക്കാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ ആരും ഇല്ല, ഇനി നീ ഇവിടെ നിക്കി എന്നുള്ള രീതിയിൽ ഇവനെ അവിടെ ആക്കിയായിരുന്നു. ഇവർ 2 മാസം കൊണ്ട് ഇവരെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇവന്റെ കാറ് വിറ്റു, ഇവന്റെ ബാങ്കിൽ കിടന്ന ഇവന് ബുദ്ധി കുറവുള്ള കുട്ടിയുണ്ട്, വൈകിലുള്ള പെൻഷനുണ്ട് വരുന്നത്. ഈ പൈസ എല്ലാം അവരെടുത്തതിന് ശേഷം പിന്നെ ആ കുട്ടി ഉപദ്രവം തുടങ്ങി. അപ്പൊ ചേച്ചി അവരെ മോളെ വിളിച്ച് പറയാറുണ്ട്, സുദിന നീ ഇത്തിരി വീട്ടിൽ വിളിച്ച് പറ, എന്നെ വന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാനും ചേച്ചിയായിട്ടാണ് വ്യാഴാഴ്ച അവിടെ പോയി വിളിച്ചിട്ട്. അപ്പൊ അവളെ അമ്മയും ആ കൊച്ചും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഇവനും ഉണ്ടായിരുന്നു. ഞങ്ങളെ വിളിച്ചപ്പോ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് പോന്ന് നീ പോന്നാണ് അവളെ അമ്മ പറഞ്ഞത്. വീട് എത്തുന്നതിന് മുമ്പ് തൊട്ട് അവര് പറയണു, നീ ഇഞ്ഞി വാ, നിന്റെ അവളെ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നു, നിനക്ക് നട്ടലില്ലേ, നീ എന്തുകൊണ്ട് നിനക്ക് അവളെ കെട്ടിക്കൂടും, നിനക്ക് കെട്ടി ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് അതിലെ ഒരു സ്വത്തിലോ മുതലോ ഇവനെയും കൊണ്ട് പല വീട് മാറി അവർ താമസിക്കുകയാണ് അവരെ ജോലി. ഫോണിൽ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. ഇല്ല, ഇവർ ഇത്രയും പേരെയും ഫോൺ സ്വിച്ച് ഓഫ്. നമ്മുടെ പയ്യന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവരെ വീട്ടിൽ 3 സിം ഉണ്ട്, ആ 3 സിമ്മും സ്വിച്ച് ഓഫ് ആണ്. ശനിയാഴ്ച തൊട്ട് ദിവസമായി. മോൻ എത്ര വയസ്സായി? 21. ഇവിടെ പരാതി കൊടുത്തേ? ഇവിടെ SIക്കാണ്, CIക്ക് എന്നാണ് കൊടുക്കാൻ സാറ് പറഞ്ഞത്. DSP സാറ് പറഞ്ഞത് CIക്ക് കൊടുക്കാനാണ് പറഞ്ഞത്.
നമ്മൾ പരാതി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മേൽ നടപടി എന്തെങ്കിലും അവന് ഇത്രയും പെട്ടെന്ന്, ഇന്നല്ലെങ്കിൽ നാളെ ആയാലും, ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം, നാളെ ആണെങ്കിൽ നാളെ അവനെ കണ്ടെത്തി തരണം നിങ്ങളെങ്കിലും. അമ്മ എന്താ പറയാനുള്ളത്? വീട്ടിലാരെയും ഞാൻ എൻ്റെ ഇളയ മോനും മാത്രം, ഞങ്ങൾ 3 പേര്, 2 മക്കളും ഞാനാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ മൂത്ത മോൻ ഇങ്ങനെയായി, ഇളയ മോൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അനിയത്തിയുടെ കടയിൽ ഹോട്ടലിലാണ് ജോലിക്ക് പോകുന്നത്. ഇപ്പൊ രാവിലെ അവിടെ പോയി ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഇവിടെ കാട്ടാക്കട വരണമെന്ന് പറഞ്ഞ് മുളങ്ങി വന്നത്. ഇവിടെ സ്ഥലം നിങ്ങളെ? വെള്ളനാട് കാരിക്കോണത്ത് എന്ന് പറഞ്ഞ പേര് മുഹമ്മദ് ഷാ. എൻ്റെ പേര് ഷാഹിന.